അസ്സലാമലൈക്കും. യർമൂക്ക് യുദ്ധം കഴിഞ്ഞു. ആർക്കൊക്കെ പരിക്കേറ്റു എന്ന് ചുറ്റിക്കറങ്ങി നിരീക്ഷിക്കുകയാണ് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു. അങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ തേങ്ങൽ കേൾക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ മഹാനായ ഹാരിത്ത് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു ആണത്. വെള്ളം 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 വെള്ളത്തിന് ആവശ്യപ്പെടുകയാണ്. വിണ്ടുകീറിയ ചുട്ടുപൊള്ളുന്ന തീ തുപ്പുന്ന മരുഭൂമിയിൽ ഒട്ടിയ വയറും വറ്റിയ ചുണ്ടുമായി ജീവന് വേണ്ടി കാലിട്ടടിക്കുകയാണ് മഹാനായ ഹാരിത്ത് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു. ഹുദൈഫ റളിയല്ലാഹു അൻഹു വേഗം ഓടിപ്പോയി അല്പം വെള്ളം തോൽപാത്രത്തിൽ കൊണ്ടുവന്ന് അത് ചുണ്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആദ്യത്തെ തുള്ളി ഉച്ചി വീഴുന്നതിന് മുമ്പേ തൊട്ടടുത്ത് നിന്ന് മഹാനായ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു വെള്ളം 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 എന്നാവശ്യപ്പെടുന്നത് ഹാരിത്ത് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു കേൾക്കാനിടയായി. എൻ്റെ കരളിൻ്റെ കഷ്ണമായ സഹപ്രവർത്തകന്റെ വായിലേക്ക് ഈ വെള്ളം കൊടുക്കൂ എന്ന് ആംഗ്യ ഭാഷയിലൂടെ മഹാനായ ഹാരിത്ത് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു കാണിച്ചു. അങ്ങനെ അബൂജഹൽ ഇക്രിമത്ത് ബിൻ അബൂ ജഹലിന്റെ വായിലേക്ക് ആ വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് അയ്യാഷ് ബിൻ അബി റബിയ റളിയല്ലാഹു അൻഹു വെള്ളം 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 എന്നാവശ്യപ്പെടുകയാണ്. ഉടനെ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ കൈകൊണ്ട് കാണിക്കുകയാണ്, എൻ്റെ കരളിന്റെ കഷ്ണമായ സഹപ്രവർത്തകന് കൊടുക്കൂ. അങ്ങനെ അയ്യാഷ് ബിൻ റബിയയുടെ അടുത്തേക്ക് വെള്ളവുമായി ചെന്നെത്തിയപ്പോ അയ്യാഷ് ബിൻ റബിയ അള്ളാഹുവിന്റെ അടുക്കലേക്ക് രക്തസാക്ഷിയായി മടങ്ങി. ഉടനെ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇക്രിമത്ത് ബിൻ അബീ ജഹലിന് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാമെന്ന് കരുതി വന്നപ്പോ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി രക്തസാക്ഷിയായി മടങ്ങി. ഉടനെ ഹാരിത്ത് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാമെന്ന് കരുതി ഓടി മൂന്നാമത്തെ ആൾ അടുത്തെത്തിയപ്പോൾ ഹാരിത്ത് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു അള്ളാഹുവിലേക്ക് രക്തസാക്ഷിയായി കൊണ്ട് മടങ്ങി. എന്തൊരു നിഷ്കളങ്കതയാണ്, എന്തൊരു സാഹോദര്യമാണ്, എന്തൊരു സമർപ്പണമാണിത്.